നമ്മൾ ബഫർ സിസ്റ്റത്തെ കുറിച്ച് പഠിച്ചു. ബഫർ സിസ്റ്റത്തിന്റെ കീഴിൽ തന്നെ വരുന്ന അടുത്തായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് റെസ്പിറേറ്ററി അസിഡോസിസ്, റെസ്പിറേറ്ററി ആൽക്കലോസിസ്, മെറ്റാബോളിക് അസിഡോസിസ്, മെറ്റാബോളിക് ആൽക്കലോസിസ്. അപ്പം ഇത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ABG ചെക്ക് ചെയ്യുന്നത്. ABGയിൽ എന്താ സംഭവിക്കുന്നത്? അതായത് ബ്ലഡിന്റെ ലെവല്, ബ്ലഡിന്റെ ആസിഡ് ലെവൽ, അതായത് ബ്ലഡിന്റെ ഉള്ളിലെ ആസിഡിന്റെയും ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒക്കെ ലെവലാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പം ബ്ലഡിലെ ആസിഡിന്റെ ലെവൽ, pH ലെവൽ, അത് 7.35 to 7.45 ആണ് നോർമലായിട്ട് ഉണ്ടാവുന്നത്. ഇനി 3.5 താഴെയാണെങ്കിൽ ബ്ലഡ് അസിഡിക് ആണ്. അതായത് അല്ലെങ്കിൽ 7.45 മേളിലാണെങ്കിൽ ബ്ലഡ് ആൽക്കലോസിസ് ആണ്. ബ്ലഡിലെ pHന്റെ ഘടന ആൽക്കലിയും താഴ്ന്ന അസിഡുമാണ്. ഇനിയിപ്പം ആസിഡോസിസ്, ഇത് താഴ്ന്നത് രണ്ട് പ്രശ്നം കൊണ്ടേ ഉണ്ടാവുള്ളൂ. ഒന്ന്, ലങ്സിന്റെ ഫങ്ഷൻ കുറവ്, അല്ലെങ്കിൽ കിഡ്നിയുടെ ഫങ്ഷൻ കുറവ്. അപ്പൊ അതെങ്ങനെയാണ്? ലങ്സിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഓക്സിജൻ ആകുന്നത്, കിഡ്നിയിൽ വരുമ്പോൾ ബൈകാർബണിന്റെ കുറവാണ് ആസിഡോസിസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടുതലാണെങ്കിൽ ലങ്സിൽ, ഇവിടെ കിഡ്നിയിലാണെങ്കിൽ ബൈകാർബണിന്റെ കുറവാണ്. അപ്പം എങ്ങനെയാണ് ആസിഡ് ഉണ്ടാകുന്നത്? ഒന്ന്, കാർബൺ ഡൈ ഓക്സൈഡ് ബോഡിയിൽ കൂടുതലായിട്ട് കെട്ടിക്കിടന്നാണ് ആസിഡ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ 4.5 മേളിലാണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ബ്ലഡിലെ ലെവൽ 3.4 തൊട്ട് 4.5 വരെ. അപ്പോൾ 4.5 മേളിലാണെങ്കിൽ അത് റെസ്പിറേറ്ററി ആസിഡോസിസ് ആണ്, റെസ്പിറേഷൻ കൊണ്ടാണ് ഉണ്ടായിരുന്നത്. പിടികിട്ടിയോ? അതുപോലെ തന്നെ ഇനി ബൈകാർബണിന്റെ അളവ്, ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ലെവൽ നോർമലാണ്, ബൈകാർബണിന്റെ അളവ് 22 താഴെയാണ്, അതായത് ഒരു 20 ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആസിഡ് ഉണ്ടായിരിക്കുന്നത്. pH 7.35 താഴെയാണ്, അത് ഉണ്ടായിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് നോർമലാണ്. അപ്പം എന്താ സംഭവം? ബൈകാർബണിന്റെ കുറവ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ബൈകാർബണിന്റെ കുറവ് ഉണ്ടാകാൻ കാരണം എന്നാ? കിഡ്നി ആവശ്യത്തിന് ശരിക്കും ഉണ്ടാകുന്ന ആസിഡിനെ, ഹൈഡ്രജൻ ആറ്റത്തെ കിഡ്നി യൂറിനിലൂടെ പുറന്തള്ളാൻ പറ്റി അങ്ങനെ ബൈകാർബ് ബോഡിയിൽ ഉണ്ടാകുന്നില്ല. അപ്പൊ അങ്ങനെ ഉണ്ടാകാത്തത് കൊണ്ട് 7.5 താഴെയാണ് ലെവലെങ്കിൽ അത് മെറ്റാബോളിക് അസിഡോസിസ് ആണ്. മെറ്റാബോളിക് റീസൺ കൊണ്ടുണ്ടായിരിക്കുന്ന അസിഡോസിസ് ആണ്. കിഡ്നിയാണ് അവിടെ പ്രശ്നം. പിടികിട്ടിയോ? ഇനി അതുപോലെ തന്നെ ആൽക്കലോസിസ് 7.45 മേളിലാണെങ്കിൽ ബ്ലഡിന്റെ pH ആൽക്കലിയാണ്. ബ്ലഡിലെ pH ആൽക്കലിയാണ്, അസിഡിക് ആൽക്കലി ഗുണമാണ് കാണിക്കുന്നത്. ആൽക്കലി എന്ന് പറഞ്ഞാൽ ബേസ്, ബൈകാർബണേറ്റ് അടങ്ങിയ ബ്ലഡാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്? ഓക്സിജന്റെ കുറവുണ്ട് അങ്ങനെ ഉണ്ടാവുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡിന് ഓക്സിജന്റെ കുറവുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ആൽക്കലി ആയാലും എന്ത് ചെയ്യാം? കാർബൺ ഡൈ ഓക്സൈഡ് 3.4 ഉണ്ടാകണ്ട. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് 3.5 കുറവാണ്. അപ്പൊ 3.5 കുറവാണെങ്കിൽ ബ്ലഡിന്റെ ഓക്സിജന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടുക. അപ്പൊ 3.5 കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അതുമൂലമാണ് ബൈകാർബിൽ വ്യത്യാസമൊന്നുമില്ല, നോർമൽ റേഞ്ചിൽ നിൽക്കും. അങ്ങനെയാണെങ്കിൽ അത് 7.45 മേളിലായതിന്റെ കാരണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുറവ് കൊണ്ടാണെങ്കിൽ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് റെസ്പിറേറ്ററി ആൽക്കലോസിസ് ആണ്. അതായത് റെസ്പിറേഷന്റെ പ്രശ്നം കൊണ്ടുണ്ടായ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അക്യുമുലേഷൻ, പുറന്തള്ളലാണ്. കൂടുതലായിട്ട് ഹൈപ്പർ വെന്റിലേറ്റഡ് ആണ്. ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ പുറത്തു കളയുന്നതുകൊണ്ട് റെസ്പിറേറ്ററി മെക്കാനിസം ഫെയിൽ ആകാൻ പോവാ. അതിന്റെ ലക്ഷണമാണ് ആ കാണിക്കുന്നത്. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രശ്നമൊന്നുമില്ല, അത് 3.4 35 45 ഇടയിലാണ് നിൽക്കുന്നത്. പകരം നമ്മുടെ ബൈകാർബിന്റെ അളവ് ഒരുപാട് കൂടുതലാണ്. അതായത് ഓവറായിട്ട് ഹൈഡ്രജൻ ആറ്റത്തെ പുറത്തു വിട്ട് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ബൈകാർബനെ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബൈകാർബിന്റെ അളവ് ഒരുപാട് അങ്ങ് കൂടിപ്പോയി. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 34 45 ഇടയിലുമാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഉണ്ടാകുന്ന ആൽക്കലോസിസ് ആണ് മെറ്റാബോളിക് ആൽക്കലോസിസ് എന്ന് പറയുന്നത്. പിടികിട്ടിയോ?
സിമ്പിളാണ് പരിപാടി. എങ്ങനെയാണോ ബോഡിയിൽ ആസിഡ് ഉണ്ടായത്, അത് റെസ്പിറേറ്ററി റീസൺ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടുതൽ കൊണ്ടാണെങ്കിൽ റെസ്പിറേറ്ററി ആസിഡോസിസ്, അത് ബൈകാർബണിന്റെ കുറവ് കൊണ്ടാണെങ്കിൽ അത് മെറ്റാബോളിക് ആസിഡോസിസ്. ഇനി എങ്ങനെയാണോ ഓക്സിജന്റെ അളവ് ബോഡിയിൽ കൂടിയത്, അത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ കുറവ് കൊണ്ടാണെങ്കിൽ അത് റെസ്പിറേറ്ററി ആൽക്കലോസിസ്. ഇനി അത് ബൈകാർബ് ഒരുപാട് ഉണ്ടായത് കൊണ്ടാണെങ്കിലും മെറ്റാബോളിക് ആൽക്കലോസിസ്. ഫിനിഷ്. ഇത്രേ ഉള്ളൂ. താങ്ക് യു.